ഹായ് കൂട്ടുകാരെ, ആച്ചി വ്ലോഗ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് എൻ്റെ സുന്ദരി ഫ്ലവർ, അതായത് മെഡിനില്ല പ്ലാന്റ്. അങ്ങനെയാണ് ഇതിൻ്റെ പേര്. പൂക്കൾ കണ്ടില്ലേ, കുലകുലയായിട്ട് കിടക്കും, മുന്തിരിക്കുലകൾ കിടക്കുന്നത് പോലെ. എന്ത് രസമാണ് ഇതിനെ കാണാൻ. പൂക്കൾ തൊഴിയുമ്പോൾ ഇതുപോലെ ഇതതിൻ്റെ വിത്താണ്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ കരിഞ്ഞ് താനെ തൊഴിഞ്ഞു പോകും. നവംബർ ജനുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ പൂക്കാലം. ഏകദേശം 2-3 മാസക്കാലം ഈ പൂക്കൾ നിൽക്കും. അതുകൊണ്ടാണ് ഇതിനെ ഓർക്കിഡ് എന്നും പറയപ്പെടുന്നത്. മലേഷ്യൻ ഓർക്കിഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് വലിയ കെയറൊന്നും ആവശ്യമില്ല. വെയിൽ ഒട്ടും തന്നെ വേണ്ട. ഷെയ്ഡിൽ വെച്ച് വളർത്താം. കുറച്ച് ചാണകവെള്ളം കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ മാസത്തിലൊരിക്കൽ DAPയും ഇട്ട് കൊടുക്കാം. ഇതാണ് അതിൻ്റെ വിരിഞ്ഞ പൂവ്. ഇത് കണ്ടില്ലേ, വിരിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2-3 മാസം കഴിയുമ്പോൾ ഇത് താനെ കരിഞ്ഞ് ഉണങ്ങിപ്പോകും. അപ്പോഴേക്കും നമുക്ക് 2 ലീഫ് താഴ്ത്തി നമുക്ക് മുറിച്ച് കൊടുക്കാം. അത് വേറൊരു തൈയാക്കി എടുക്കാം. ഇവിടെ നിന്നും കിളിർപ്പ് വരും. അങ്ങനെ പുതിയൊരു തൈയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈർപ്പം നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് മെഡിനില്ല പ്ലാന്റ്. അതുകൊണ്ട് നീർവാഴ്ചയുള്ള ചട്ടിയിൽ തന്നെ നട്ടു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡെയിലി വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കീടങ്ങളൊന്നും പെട്ടെന്നുണ്ടാവുകയില്ല. കൂടുതൽ വെയിലടിച്ചാൽ അതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഷെയ്ഡിൽ വയ്ക്കണമെന്ന് പറയുന്നത്. ഒരു ചെടിയിൽ തന്നെ 4-5 കൊലകൾ ഇങ്ങനെ മുന്തിരിക്കൊലകൾ പോലെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? ഇപ്പോൾ മിക്കവാറുമുള്ള എല്ലാ വീടുകളിലും ഈ പ്ലാന്റ് ഉണ്ട്. ഞാൻ 2-3 വീടുകളിൽ ഇത് കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ എൻ്റെ ഈ പ്ലാന്റ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.